എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യ ലഹരി പഠനം 30-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 30. സ്വദേഹോത്ഭൂതാഭിർ ഘൃണിഭിരണിമാദ്യാഭിരതോ നിഷേവ്യേ നിത്യേ ത്വാമഹമിതി സദാ ഭാവയതി യഃ കിമാശ്ചര്യം തസ്യ ത്രിനയനസമൃദ്ധിം തൃണയതോ മഹാസമ്പർത്ഥാഗ്നിർ വിരചയതി നീരാജനവിധിം. എന്നൂടെ പറയാം. സ്വദേഹോത്ഭൂതാഭി ഘൃണിഭി അണിമാദ്യാഭി അഭിത നിഷേവ്യേ നിത്യേ ത്വാം അഹം ഇതി സദാ ഭാവയതി യഃ കിം ആശ്ചര്യം തസ്യ ത്രിനയന സമൃദ്ധിം തൃണയതഃ മഹാസമ്പർത്ഥാഗ്നി വിരചയതി നീരാജന വിധിം. അല്ലയോ ആദ്യന്തരഹിതയായ ദേവി, അല്ലയോ മഹാദേവി, സ്വദേഹത്തിൽ നിന്നുണ്ടായ കിരണങ്ങളായ അണിമാദി ആവരണ ദേവകളാൽ ചുറ്റും സേവിക്കപ്പെട്ട നിന്തിരുവടിയെ ഞാൻ എന്ന് യാതൊരുവൻ എല്ലായ്പ്പോഴും ഭാവന ചെയ്യുന്നുവോ, സദാശിവൻ്റെ ഐശ്വര്യത്തെയും തൃണീകരിക്കുന്ന അവന് പ്രളയകാലാഗ്നി നീരാജന വിധിയെ ചെയ്യുന്നു എന്നതിൽ ആശ്ചര്യമെന്ത് എന്ന് വെച്ചാൽ ആശ്ചര്യമൊന്നുമില്ലെന്ന് അർത്ഥം. ഇവിടെ അല്ലയോ ആദ്യന്തരഹിതയായ ദേവി, എപ്പോഴും സ്ഥിരയായ ദേവി, ആദ്യവും അന്തവുമില്ലാത്ത ദേവി, സ്വദേഹത്തിൽ നിന്നുണ്ടായ കിരണങ്ങളായ അണിമാദി ആവരണ ദേവതകളാൽ. അപ്പോൾ ദേവിയുടെ സ്വദേഹത്തിൽ നിന്നും ഉണ്ടായ കിരണങ്ങളാണ് അണിമാദി തുടങ്ങിയ ആ 8 ഐശ്വര്യ 8 സിദ്ധികൾ. ആ 8 സിദ്ധികളെ കൊണ്ട് ആ 8 സിദ്ധികളാകുന്ന ആവരണ ദേവതകളാൽ ചുറ്റും സേവിക്കപ്പെട്ട നിന്തിരുവടിയെ, ദേവിയെ ഞാൻ എന്ന് യാതൊരുവൻ, ഏതൊരു ഭക്തനാണോ എല്ലായ്പ്പോഴും ഭാവന ചെയ്യുന്നത്, അവന് സദാശിവൻ്റെ ഐശ്വര്യത്തെയും തൃണീകരിക്കാൻ കഴിയുന്നു. എന്ന് വെച്ചാൽ ഇത്രയും പറയുന്നത് ഈ 8 സിദ്ധികളും ഈ ദേവിയുടെ ദേഹത്തിൽ നിന്നുണ്ടായ 8 സിദ്ധികളാണ് കിരണങ്ങളായ അണിമാദി ആവരണ ദേവതകൾ. അത് ഐശ്വര്യങ്ങളാണ്. ഈ അണിമാദി ആവരണ ദേവതകൾ എന്ന് പറയുന്ന ഐശ്വര്യങ്ങളാണ്. ആ ഐശ്വര്യ സിദ്ധികളാണ് അണിമ, മഹിമ, ലഹിമ, ഗരിമ, പ്രാപ്തി, പ്രാകാശ്യം, ഈശിത്വം, വശിത്വം എന്ന് പറയുന്നത്. അതിൽ ആ അണിമ എന്ന് പറയുന്നത് ഏറ്റവും ചെറുതാകാനുള്ള കഴിവ്, മഹിമ ഏറ്റവും വലുതാകാനുള്ള കഴിവ്, ലഹിമ എന്ന് പറയുന്നത് തൂവല് പോലെ ഭാരം കുറഞ്ഞത്, ഗരിമ എന്ന് പറയുന്നത് ഭാരമുള്ളത്, പ്രാപ്തി എന്ന് പറഞ്ഞ് എവിടെയും എന്തും കിട്ടാനുള്ള സിദ്ധി, പ്രാകാശ്യം എന്ന് പറഞ്ഞാൽ ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടാനുള്ള കഴിവ്, ഈശിത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള കഴിവ്, വശിത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വശത്താക്കാനുള്ള സ്നേഹം കൊണ്ട് വശത്താക്കാനുള്ള കഴിവ്. അപ്പം ഈ കഴിവിൽ ഇത്രയും സിദ്ധികളുള്ള ആ ദേവി എന്ന് പറയുന്നത് ദേവിയുടെ സ്വദേഹത്തിൽ നിന്നുണ്ടായ കിരണങ്ങളാണ്. ആ ആവരണ ദേവതകളാൽ ചുറ്റും സേവിക്കപ്പെട്ട, അപ്പോൾ ദേവിയെ ഈ ആവരണ ദേവകൾ എപ്പോഴും സേവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ദേവിയെ, ആ നിന്തിരുവടിയെ ഞാൻ എന്ന്, ഇത് ഞാൻ തന്നെയാണ്, ഞാൻ ദേവി തന്നെയാണ് എന്ന് ഏതൊരുവൻ എല്ലായ്പ്പോഴും ഭാവന ചെയ്യുന്നുവോ, അങ്ങനെയുള്ള ഭക്തന് സദാശിവൻ്റെ ഐശ്വര്യവും എന്താണ്, സദാശിവൻ്റെ ഐശ്വര്യത്തെയും തൃണീകരിക്കുന്നു, അവന് പ്രളയകാലാഗ്നി നീരാജന വിധിയെ ചെയ്യുന്നു. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഭക്തന് പ്രളയകാലാഗ്നി എന്ത് ചെയ്യുന്നു, അവൻ്റെ പാദങ്ങളെ ഒഴിയുന്നു, അവനെ ഒഴിയുന്നു, ആ ഭക്തനെ ഒഴിയുന്നു. പ്രളയം എന്ന് വെച്ചാൽ എന്താണ്, ദേവിയെ, ഈ പ്രളയകാലാഗ്നി ദേവിയെ എപ്പോഴും നീരാജനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദേവിയെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഭക്തൻ എന്താണ്, അവന് ഈ പറഞ്ഞ ദേവി തന്നെയാണ് ഞാൻ എന്ന ദേവിയുമായിട്ട് താദാത്മ്യം പ്രാപിച്ചു കഴിയുമ്പോൾ എന്താണ്, അവന് പരമശിവൻ്റെ ഐശ്വര്യവും സദാശിവൻ്റെ ഐശ്വര്യവും എന്താണ് തൃണീകരിക്കുന്ന യാതൊരു മഹത്വവുമില്ല ആ ഒരു ഐശ്വര്യത്തിന്. കാരണം എന്താണ്, ദേവി തന്നെയാണ്, ഞാൻ തന്നെയാണ് ദേവി എന്ന് പറഞ്ഞാൽ എന്താണ്,
ഞാൻ തന്നെയാണ് ദേവി എന്നുള്ള ആ തിരിച്ചറിവ്, അഹം ബ്രഹ്മാസ്മി എന്ന് തിരിച്ചറിയുന്നത്, ഞാൻ ദേവിയാകുന്നു, ഞാൻ തന്നെയാണ് ദേവി എന്ന് പറയുമ്പോൾ അവിടെ സദാശിവൻ്റെ ഐശ്വര്യമൊക്കെ എങ്ങനെയാണ്? വെറും നിസ്സാരമാണ്. അങ്ങനെ ഉള്ള ആ സാധകനെ അല്ലെങ്കിൽ ആ ഭക്തനെ പ്രളയകാലാഗ്നി നീരാഞ്ജനം ചെയ്യുന്നു. നീരാഞ്ജനം ഇത് ഒഴിയുന്നു. ദേവിയെ ഒഴിയുന്നത് പോലെ തന്നെ ഈ ഭക്തനെങ്കിലും അങ്ങനെ ഒഴിയാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ആശ്ചര്യം എന്നല്ലാതെ എന്ത് പറയാൻ? അത് ആശ്ചര്യം തന്നെ. അതിലല്ല, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് ആശ്ചര്യം എന്ന് പറഞ്ഞാൽ ആശ്ചര്യമൊന്നുമില്ലെന്ന് സാരം. കാരണം ദേവിക്കൊപ്പമാണല്ലോ. ഈ ദേവിക്കൊപ്പമെന്നല്ല, ദേവി തന്നെയാണ്. അങ്ങനെ ദേവിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന ആ സാധകന് അല്ലെങ്കിൽ ആ ഭക്തന് എന്താണ് ഈ പറഞ്ഞ പ്രളയകാലാഗ്നിയൊക്കെ നീരാഞ്ജനം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ വലിയ ആശ്ചര്യമൊന്നുമില്ല. കാരണം ദേവിയിൽ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. അത് സാധാരണക്കാർക്ക് പറ്റുന്ന കാര്യമല്ല. എങ്ങനെ വേണം ദേവിയെ എന്താ പറയുന്നത്, യോഗികൾക്കും ആ താതാത്മ്യം എന്ന് പറയുന്നത് യോഗികൾക്കും ഈ ദേവന്മാർക്കും കിട്ടുന്ന ആ ഒരു സിദ്ധിയാണത്. അപ്പം അങ്ങനെയുള്ള ആ ദേവിയാണ് ഇവിടെ പറയുന്നത്. അല്ലയോ ആദ്യന്തരഹിതയായ ദേവി, സ്വദേഹത്തിൽ നിന്നുണ്ടായ കിരണങ്ങളായ അണിമാതി ആവരണ ദേവതകളാൽ ചുറ്റും സേവിക്കപ്പെട്ട നിന്തിരുവടിയെ ഞാൻ എന്ന്, ആ ദേവി ഞാനാണ് എന്ന് ഏതൊരു ഭക്തൻ വിചാരിക്കുക, എല്ലായ്പ്പോഴും ഭാവന ചെയ്യുന്നുവോ അവൻ്റെ മുമ്പിൽ സദാശിവൻ്റെ ഐശ്വര്യവും വളരെ വില കുറഞ്ഞതാണെന്ന് വെച്ചാൽ അത്രയ്ക്കും ദേവിയാണല്ലോ അവിടെ എല്ലാം. ദേവി പ്രപഞ്ചമാതാവാണ് ദേവി, എല്ലായിടത്തും ദേവിയാണ്, സർവ്വ ഐശ്വര്യങ്ങളും ദേവിയാണ്. അപ്പം ദേവിയാണ് ഞാനെന്ന് ദേവിയിൽ താതാത്മ്യം പ്രാപിച്ചു കഴിയുമ്പോൾ മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സ്വദേഹോദ്ഭൂതാഭിർ ഘൃണിഭിരണി ആദ്യാഭിരഭിതോ നിഷേവ്യേ നിത്യേ ത്വാമഹമിതി സദാ പാപയതിയ കിമാശ്ചര്യം തസ്യ ത്രിനയന സമൃദ്ധി ത്രിനയതോ മഹാസമ്പർത്ഥാഗ്നിർ വിരേജിതി നീരാജനവിധി. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.